കപ്പലുകളും വിമാനങ്ങളും അപ്രത്യക്ഷമാകുന്ന, നോഹലോജിക്ക ഭാഷ കേൾക്കാൻ കഴിയുന്ന, മരണമില്ലാത്തൊരു മനുഷ്യനെ പെരുപ്പിച്ചു വെച്ചിരിക്കുന്ന വല്ലാത്തൊരു കാഴ്ച. ഇത് ഷമിൽ രാജിന്റെ പിണ്ണാക്കടി മൊട്ടാസോ എന്ന സറ്റൈർ നോവലിൽ മാത്രം കാണാൻ കഴിയുന്ന കാഴ്ചയാണ്. ഉട്ടറോസ എന്ന ഗ്രാമത്തിലെ ദൈവമായ നഗ്നതാ ദേവതയുടെ സ്വർണ്ണ പ്രതിമ മോഷ്ടിക്കാൻ എത്തുന്ന രണ്ട് കള്ളന്മാരിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. എഴുത്തുകാരൻ തന്നെ കണ്ടെത്തി നിർമ്മിച്ച, നമ്മൾ ആരും കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത ദേശങ്ങളിലും മനുഷ്യരിലും അവരുടെയൊക്കെ വ്യത്യസ്തമായ പേരുകളിലും കഥകളിലും നമ്മെ കുടുക്കിയിടുന്ന ഒരു വ്യത്യസ്തമായ ആഖ്യാനമാണ് ഈ നോവലിന്റെ കാതൽ. പുതുതലമുറയിലെ എഴുത്തുകളിൽ നിന്ന് പിണ്ണാക്കടി മുട്ടാസോയെ വ്യത്യസ്തമാക്കുന്നത് അതിമനോഹരവും വിഭിന്നവുമായ ആഖ്യാനമാണ്. പിണ്ണാക്കടി മുട്ടാസോ എന്ന പേരിൽ തുടങ്ങുന്ന കഥ ഉട്ടറോസയിലും ഹിക്രിമൂനോദീസിസ് എസ്സാറിലും മൈരതൻ കേപ്പിഷിലും മങ്കോട്ടറയിലും മംഗലാസയിലും സ്വപ്നദേനിയിലുമൊക്കെ തട്ടി അവസാനം വരെ നമ്മെ പിടിച്ചിരുത്തുന്നു. മിൽഗി കിക്കിരിയും സിസിബി കിക്കിരിയും ഉയർത്തുന്ന പുതുശബ്ദങ്ങൾ പല കാലങ്ങളുടെ പ്രതിധ്വനിയാണ്. സക്കബിൽസ് മരിച്ചു, ഡിസ്കോസൈമ കൊന്നു എന്ന് വായിച്ചു നിർത്തുമ്പോൾ തുടക്കത്തിൽ എഴുത്തുകാരൻ പറഞ്ഞത് വാസ്തവമാണെന്ന് നമ്മളും തലകുലുക്കുന്നു. ഇത് കഥയാണ്, കലാപങ്ങളുടെ കഥ, കലാപങ്ങൾക്ക് തുടക്കമിട്ട മനുഷ്യന്റെ കഥ, ദൈവത്തിന്റെ കഥ, സർവോപരി കള്ളന്മാരുടെ കഥ.